എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ പൊതുവായിട്ട് സ്ത്രീകൾ പ്രഗ്നൻസി ടൈമിലായാലും ഡെലിവറി കഴിഞ്ഞിട്ടായാലും കേൾക്കുകയും ഒരുപാട് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. മറ്റു ചിലർക്ക് ഇതിനെപ്പറ്റി ആധികാരികമായി അറിയണം എന്നില്ല. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാതെ അറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഇത്രത്തോളം ഫീൽ ചെയ്തപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ 2.5 കൊല്ലമായി. ഒരു ജനുവരി, അതായത് 2023 ജനുവരിയിലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആദ്യമൊന്നും ഇതിനെപ്പറ്റി വലിയ ആധികാരികമായി അറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്, നോർമലി കേൾക്കുന്ന പോലെ ഇങ്ങനെ ഒരു വിഷാദരോഗം ചില സ്ത്രീകൾക്ക് വരും എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഡെലിവറിക്ക് പോകുന്ന സമയത്തായാലും ഫീഡിങ് റൂമിലൊക്കെ ഇതിനെപ്പറ്റി എഴുതിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെയായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ വെട്ടി കൂട്ടിയിട്ട് അതിന് ജീവുള്ള പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചിനായിട്ട് റൂമിലേക്ക് വരുമ്പോൾ കുട്ടീനെ എല്ലാവരും കെയർ ചെയ്യുന്നു, കുട്ടീനെ എടുക്കുന്നു. അപ്പം നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ എനിക്ക് പുലർച്ചെ ഞാൻ പോയതാണ് കേട്ടോ. ഛർദിച്ച് അങ്ങനെ ഒരു ഭയങ്കര ആവശ്യമായിട്ടുള്ള നിലയിലെത്തി. ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന് അവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, ആദ്യം കുട്ടിക്ക് പാല് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇത്രയും നേരം ഇതായിട്ട് എന്നോടൊരു തുള്ളി വെള്ളം കുടിച്ചൊന്നു പോലും ആരും ചോദിച്ചില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഫസ്റ്റ്, അതായത് എനിക്കങ്ങനെ തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചിൻ്റെ വേദനയും നമുക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ ആരും കാണാതെയാണ് കരയട്ടെ. അതായത് മുറിയുമ്പോൾ മരുന്ന് വയ്ക്കാനൊക്കെ പോകുമ്പോൾ ഫീഡിങ് റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയും. നമുക്കിങ്ങനെ വെറുതെ കരയാൻ തോന്നും. പിന്നെ ബാത്റൂമിലൊക്കെ കുളിക്കാം രാവിലെ പോകുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ഹുക്കുമ്മലൊക്കെ ഒന്ന് കെട്ടിത്തൂങ്ങി മരിച്ചാലോ എന്നൊക്കെ തോന്നും. പിന്നെ എൻ്റെ ഭർത്താവ് ആരും അടുത്തില്ലാണ്ടാകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും കരഞ്ഞു പറയും, നീ എന്നെ ഇവിടെ കൊല്ലാൻ കൊടുത്തിട്ട്, അങ്ങനെയൊക്കെ ഒരു തരം വൃത്തികെട്ടൊരു മാനസികാവസ്ഥ. പക്ഷെ എനിക്കെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം പോലെ തോന്നിയതും ഭയങ്കര ഒരു ആശ്വാസം തോന്നിയതും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-28 ഒരു ഡേറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നോർമലായി, വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത്, കുട്ടീനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ, ഞാൻ തന്നെ കുട്ടീനെ കൊല്ലൂ, കുട്ടീനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ളൊരു പേടി മനസ്സിലേക്ക് വരിക. കുട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവോ. അത് ഒരു 10-56 കഴിഞ്ഞപ്പോഴത്തേക്കും നോർമലായിട്ട് മാറും കേട്ടോ. പക്ഷേ ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് കേട്ടോ. അതായത് ഒരു ചേച്ചി അവരെ ഡെലിവറി കഴിഞ്ഞ്, പക്ഷെ അവർക്ക് സൗണ്ടുകൾ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര തരം അതായത് ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമാണത്. സൗണ്ടുകൾ കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, കുട്ടി കരയാൻ പാടില്ല, കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൂടെയൊക്കെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് റിക്കവർ ചെയ്യാന്നുള്ളത് ചിലരെ സംബന്ധിച്ച് നോർമലായിരിക്കും, ചിലരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ നന്നായി മെഡിറ്റേഷൻ ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് സ്വസ്ഥതയിലിരിക്കുക, അപ്പോഴൊക്കെ തന്നെ നോർമലി മാറും കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ കൊച്ചിൻ്റെ ചിരി, അതിൻ്റെ കളി, അതിനായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുക. പിന്നെ കൂടുതലും സ്ത്രീകൾക്ക് ഉറക്കമില്ലായ്മ, കാരണം കുട്ടിക്ക് കരയുമ്പോഴും രാത്രി ഉറക്കലുണ്ടാവില്ല, പാല് കൊടുക്കൽ, അതൊക്കെ ഒരു മാക്സിമം കുറച്ച് ടൈം എടുക്കും നമുക്ക്. കാരണം കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് വരണമല്ല. എൻ്റെ ഒരു കുഞ്ഞു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു കുഞ്ഞു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ക്രിറ്റിക്കലായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നവരും അത് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോവുക. കാരണം നമ്മൾ തന്നെ വിചാരിക്കണം, വേറെ ആരും അത് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ബാക്ക് ടു നോർമൽ ആവാൻ ശ്രമിക്കണം. ബാക്ക് ടു നോർമൽ ആവാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് 6 months ഒന്നും കഴിയാതെ എക്സസൈസ്, മേ ബി എന്നല്ല, എല്ലാ സ്ത്രീകളുടെ ശരീരം ഡെലിവറിക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതൊക്കെ 6 months ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് എക്സസൈസ് ആയാലും അതേപോലെ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് കുഞ്ഞിനെ വളരെയധികം ബാധിക്കും. കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്നതും കുഞ്ഞത് മാത്രമാണ് കുടിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷാദരോഗം നിങ്ങളെ
വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ കൺസിഡർ ചെയ്യണം കേട്ടോ. കാരണം അതായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ചെക്കപ്പും ഇതൊക്കെ ചെയ്ത് നമ്മളൊരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.